ജപമാലയിലെ 15-ാമത്തെ അവദാനം സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. മദർ ഓഫ് ഗുഡ് കൗൺസിൽ പ്രേ ഫോർ അസ്. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ ഒന്നാണ് ഉപദേശം എന്നുള്ളത്. പരിശുദ്ധ മറിയത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചവരാണ് അന്നത്തെ ജോലിക്കാർ. അവൾ അവരോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. അവൾ പറഞ്ഞത് കേട്ട് യേശു പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചപ്പോഴാണ് വെള്ളം വീഞ്ഞായിട്ട് മാറിയത്. ഈ അമ്മയുടെ ഉപദേശം സ്വീകരിക്കുന്ന ഒരാളും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ക്രിസ്തു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ക്രിസ്തുവാകുന്ന വഴി വ്യക്തമായി അറിയാവുന്ന വ്യക്തിയാണ് പരിശുദ്ധ മറിയം. വഴി അറിയാവുന്നവൾക്ക് വഴി ചൂണ്ടിക്കാണിക്കാനും സാധിക്കും. പരിശുദ്ധ മറിയം ക്രിസ്തുവിലേക്ക് കടക്കാനുള്ള വഴിയാണ്. ടു ജീസസ് ത്രൂ മേരി എന്ന് നമുക്ക് ഓർത്തിരിക്കാം. മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്നുള്ള ആ വലിയ പഴമൊഴി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ മറിയത്തിന് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ, സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കാൻ കഴിയാതിരിക്കില്ല.